ഇപ്പം നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാര് സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു. അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണു നിറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോക്കിനെ പോലുള്ളവർ വളരെ നിശ്ചിതമായിട്ട് എന്താ പറയാ കീറി മുറിച്ച് ആ എന്താ വ്യക്തിയിലേക്ക് തന്നെ കടന്നു കയറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തത്, റിവ്യൂ ചെയ്തത്. ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്ത് ഏത് അശ്വത് ഗോകിന് പറയാൻ പറ്റും. അതിലും പൊട്ടിക്കറി നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ? അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ? പിന്നെ അശ്വത് ഗോക്കാണ് തീരുമാനിക്കുന്ന ഓരോ മനുഷ്യന്റെ വികാരം. ആളതിനെ തേച്ചൊട്ടിക്കുമായിരിക്കും. ഒന്നും എനിക്ക് പ്രശ്നമല്ല. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് പോലെ വയ്ക്കുന്ന ആള്. അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അളവ് നല്ലതല്ല അയാൾക്ക്. കാരണം അസത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ട്. ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ. ആ പെർഫോമൻസിൽ ഈ സിനിമയില്ല. അങ്ങനല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യുക? അന്യനാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടും ഒന്നുമില്ലാതെ നശിച്ചു പോയ കുട്ടി, ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക? അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ അവാർഡ് കിട്ടി, അവാർഡ് കിട്ടി. ഒരു സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. അല്ലാതെ അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റിംഗിന്റെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത്ര നേരം ചോദിക്കാനും എനിക്കറിയുന്നത് ഇങ്ങനെ ഒരു സാധനം ഇടുന്നു. പറഞ്ഞോ. പറഞ്ഞ പടമാണ് ഇന്നലെ 50 ദിവസം തിയേറ്ററിൽ ആഘോഷിച്ച ദിലീപേടന്റെ പടം. ഫസ്റ്റ് ദിവസം നെഗറ്റീവ് പറഞ്ഞ പടം. അപ്പൊ എനിക്ക് സിനിമാക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും പ്രതികരിക്കാത്തത്? എന്താണ് അശ്വിൻ ഗോപിനെതിരെ എന്താ പ്രതികരിക്കുന്നത്? പുള്ളിയുടെ പൈസ കൊടുത്ത് പുള്ളി ടിക്കറ്റ് വാങ്ങി പുള്ളി സിനിമ കാണുന്നത് പുള്ളിക്ക് പറയാൻ പാടില്ല. അത് എന്ത് വർത്തമാനം? പുള്ളിക്ക് പറയാൻ പാടില്ല. പുള്ളി പറഞ്ഞില്ല, ഞാൻ ഒരിടത്തുനിന്നും ഒരു ടിക്കറ്റ് ഞാൻ ആരുടെ ഓസിന് വാങ്ങി കാണുന്ന ആളല്ല, ഞാൻ സൗജന്യമായിട്ട് വാങ്ങുന്നില്ല. പുള്ളി അയാളുടെ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സിനിമകൾ പുള്ളി കാണുന്നത്. അപ്പൊ അതെന്താ നമ്മൾ പറയുന്നത്? അത് വേറൊരു കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ കുട്ടി കരയുന്നു. ആ കുട്ടി അടുത്ത സെക്കൻഡ് അവൾ ആത്മഹത്യ ചെയ്യാണ് അല്ലേ? അങ്ങനത്തെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. ഈ സിസ്റ്റം കാണട്ടെ, ഈ ലോകം കാണട്ടെ. ഇതിൽ കൂടുതൽ അലറി വിളിക്കും അല്ലേ? ഇതിൽ കൂടുതൽ അലറി വിളിക്കും. ഒരു മനുഷ്യന്റെ ലാസ്റ്റ് മൂമെന്റിൽ ഇതിലും കൂടുതൽ ഇത്രയും അലറി വിളിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നി. ഞാനിത് കണ്ട് ആദ്യം നോക്കിയിട്ട് ഒരു കുട്ടിയുടെ പെർഫോമൻസ് കാണിച്ചത് ഡബിങ്ങിന് മുമ്പ് എന്നെ കാണിച്ചിട്ട് ഞാൻ അരുണേ എന്തായി കുട്ടി കാണിച്ചു വെച്ചാൽ നമ്മൾ അന്തപ്പെട്ടു പോയി. കാരണം ഓക്കെ ഒറ്റ സീൻ കൊണ്ട് വർക്കാകണം, ഇല്ലെങ്കിൽ ചീറ്റിപ്പോവും. UK ഓക്കെ ഇല്ലേ? അപ്പൊ അവിടെ ഇത് പറഞ്ഞത് അതിനെ ഫാൻസി ഡ്രസ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിമർശനങ്ങളൊക്കെ നല്ലതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞു. എന്നെയൊക്കെ നല്ലപോലെ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട് ഞാൻ. എനിക്കിഷ്ടവുമാണ്. പക്ഷെ അതൊരു വല്ലാതാവരുത്.